പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ AJ സ്റ്റൈൽസ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിലാണ് റിട്ടയർമെൻറ്റ് ഡേറ്റിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ പദ്ധതി AJ സ്റ്റൈൽസ് പങ്കുവെക്കുന്നത്. തൻ്റെ 50ാമത്തെ വയസ്സിന് ശേഷം താൻ റെസ്ലിംഗ് റിങ്ങിൽ മത്സരത്തിന് വേണ്ടി ഇറങ്ങില്ല എന്നുള്ളത് AJ സ്റ്റൈൽസ് ഉറപ്പ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ 48 വയസ്സ് പ്രായമുള്ള AJ സ്റ്റൈൽസ് ഇനി 50 വയസ്സ് തികയ്ക്കാൻ 2 വർഷമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ AJ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അദ്ദേഹം 2027 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതും ഒഫീഷ്യലി അദ്ദേഹം തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. കൂടാതെ AJ സ്റ്റൈൽസ് പങ്കുവെക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്, TNA റെസ്ലിങ്ങിലേക്ക് WWE താരമായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു അപ്പിയറൻസ് നടത്താൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. TNA റെസ്ലിങ്ങിലേക്ക് ഒരൊറ്റ അപ്പിയറൻസിന് വേണ്ടി നിലവിലെ ഇപ്പോഴത്തെ പാർട്ണർഷിപ്പ് ഡീൽ അനുസരിച്ച് തനിക്ക് വലിയ സാധ്യതകളുണ്ടെന്നാണ് AJ സ്റ്റൈൽസ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ TNA റെസ്ലിങ്ങിൽ തന്നെ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു വമ്പൻ സാധ്യത ഇപ്പോൾ തൻ്റെ മുന്നിൽ തുറന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും AJ സ്റ്റൈൽസ് പറയുകയുണ്ടായി. കൂടാതെ TNA റെസ്ലിങ്ങിൽ താൻ ഉപയോഗിച്ചിരുന്ന ആ തീം മ്യൂസിക് WWEയിൽ താൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ളതും AJ സ്റ്റൈൽസ് പറയുകയുണ്ടായി. AJ സ്റ്റൈൽസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു പുതിയ തീം സോങ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ പഴയ തീം സോങ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ TNA റെസ്ലിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തമായ ആ തീം സോങ് WWEയിൽ ഉപയോഗിക്കുമോ, അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ആരാധകർ ചോദിക്കാറുണ്ട്. അതിന് തീരെ സാധ്യതകൾ ഇല്ല എന്നുള്ളതും AJ സ്റ്റൈൽസ് പറയുകയുണ്ടായി. അപ്പോൾ AJ സ്റ്റൈൽസ് തൻ്റെ 50ാമത്തെ വയസ്സിന് മുൻപ് 2027 അല്ലെങ്കിൽ 27 മുൻപ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതും കൺഫേം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ്, കോഡി റോഡ്സ് എന്ന നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ താരത്തിന് ഇനി റോക്ക്, ജോൺ സിന തുടങ്ങിയവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കോഡി റോഡ്സിനെ രക്ഷിക്കാൻ ഏക വഴി മാത്രമേ ഉള്ളൂ. അതിന് എക്കാലത്തെയും മികച്ച സൂപ്പർ താരമായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ തിരികെ വരണം. അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഈ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ റെസ്ൽമേനിയ 41 അപ്പിയർ ചെയ്യുന്നതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് സ്റ്റോൺ കോൾഡ് തന്നെ മനസ്സ് തുറക്കുകയുണ്ടായി. ഈ വർഷത്തെ റെസ്ൽമേനിയയിലെങ്കിലും തനിക്ക് അപ്പിയർ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാണെന്നുള്ളതായിട്ടാണ് സ്റ്റോൺ കോൾഡ് ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ള സ്റ്റോറിയും സ്റ്റോൺ കോൾഡിൻ്റെ ഒരു തിരിച്ചുവരവിന് കൊണ്ടുപോകുന്നതാണ്. അതായത് റോക്കും സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് WWE ഇത്രയും ആരാധകരെ സമ്മാനിച്ചത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെയും ദ റോക്കിൻ്റെയും പരിശ്രമങ്ങളും അവരുടെ സ്റ്റോറിയും തന്നെയായിരുന്നു. ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ഉണ്ടാക്കിയ ഓളം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ഒരു തിരിച്ചുവരവും ദ റോക്കിന് എതിരെ നിൽക്കുന്ന സ്റ്റോറിയും ആകുമ്പോൾ അത് വമ്പൻ ത്രില്ല് തന്നെ ആരാധകർക്ക് സമ്മാനിക്കും. അതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ ജോൺ സിന, റോക്ക് തുടങ്ങിയവർ ഒന്നിച്ചപ്പോൾ കോഡി റോഡ്സിൻ്റെ സ്റ്റോറിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു വഴി. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ സർപ്രൈസായി റെസ്ൽമേനിയ 41 ഒരു എൻട്രൻസ് നടത്തി കോഡി റോഡ്സിനെ സഹായിക്കുന്ന രീതിയിലേക്ക് നിന്ന് കോഡി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ മൊമെൻറ്റിന് കിട്ടുന്ന വലിയൊരു മൈലേജ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റ് ഒരിക്കലും ഇനി റെസ്ലിംഗ് ചരിത്രത്തിൽ ആർക്കും തിരുത്തി കുറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൈലേജ് ആയിരിക്കും. അതിനാണ് റെസ്ൽമേനിയ 41 ഇനി വഴി തുറന്നിരിക്കുന്നത്. റെസ്ൽമേനിയ 41 സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ വരും എന്നുള്ളത് താരം പറയുമ്പോൾ ഇങ്ങനെയൊരു മൊമെൻറ്റ് നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കോഡി റോഡ്സിനെ ഇനി റോക്ക്, ജോൺ സിന തുടങ്ങിയവരുടെ മുന്നിൽ നിന്ന് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ജോൺ സിന, ദ റോക്ക് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ വില്ലന്മാരായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള ഒരു ഗ്രൂപ്പായി മാറിയിട്ടുള്ള ജോൺ സിനയും ദ റോക്കും ഒരുമിച്ച് WWE റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്ത റോ എപ്പിസോഡിലല്ല, അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന റോ എപ്പിസോഡുണ്ട്. ആ 3 റോ എപ്പിസോഡിലേക്കും ജോൺസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി WWE സ്ഥിരീകരിച്ച വാർത്തയായിരുന്നു. ഈ 3 റോ എപ്പിസോഡും ഈ മാസം മാർച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഈ 3 റോ എപ്പിസോഡുകളിൽ ഒന്നിൽ ദ റോക്ക് കൂടി അപ്പിയർ ചെയ്ത് റോക്കും ജോൺസിനെയും ഒരുമിച്ചുള്ള സെഗ്മെൻറ്റ് നടത്തുമെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. റസൽ വേർഡ്സ് എന്ന്
എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മുഹൂർത്തം നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മിപ്പിക്കുക, അടുത്ത റോ എപ്പിസോഡല്ല, അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായി ഈ മാസം തന്നെ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള 3 റോ എപ്പിസോഡുകളിൽ ഒരു റോ എപ്പിസോഡിലാണ് റോക്കും ജോൺസനെയും അപ്പിയർ ചെയ്യുന്നത്. അത് ഏത് എപ്പിസോഡാണെന്നുള്ളത് അവർക്കും കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ബാക്ക് സ്റ്റേജിൽ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ദ റോക്ക് ജോൺസനെ ഒരുമിച്ച് അപ്പിയർ ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് അവർ മുൻകൂട്ടി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വമ്പൻ വ്യൂവർഷിപ്പ് ആ ഒരു റോ എപ്പിസോഡിന് കിട്ടും. നെറ്റ്ഫ്ലിക്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ പോകുന്ന റോ എപ്പിസോഡും അതുതന്നെയായിരിക്കും. വില്ലനായി മാറിയ ജോൺസിനെ മാറാൻ കാരണക്കാരനായ ദ റോക്കും ഒരുമിച്ചൊരു സെഗ്മെൻറ്റിൽ വരുമ്പോൾ ലഭിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അവിടെ കോഡി റോഡ്സ് പോലെയുള്ള സൂപ്പർ താരങ്ങൾ വരുമ്പോൾ ആ സെഗ്മെൻറ്റിന് ലഭിക്കുന്ന പ്രാധാന്യം, അത് കാണാൻ എല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ റോ എപ്പിസോഡ് അന്ന് കാണും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.